ഇപ്പോൾ ദിനു പഠിച്ചാണല്ലോ, ദിനു പഠിച്ച ക്യാമ്പസിലാണ് ഇന്നിപ്പോൾ ജിയോ ബേബിക്ക് കയറാൻ പറ്റാതെ പുള്ളി പൊട്ടിക്കരഞ്ഞോട് തിരിച്ചൊക്കെ പോയത്. പൊട്ടിക്കരഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ അത് ആലങ്കാരികമായി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഫ്രീ സെക്സ്, ലിബറലിസം തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ മതനിരാസം സംഭവിക്കുന്നു തുടങ്ങിയ ആശങ്കകൾ MSFനുണ്ട്. വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് PK നവാസിന് ജിയോ ബേബിയോടുള്ള പരാതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതിനെ MSF സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ദിനുവിന് അത്ഭുതമുണ്ടോ? ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരു മതമൂല്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ ഭരണഘടന പ്രകാരം എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു തർക്കവുമില്ല. എന്നാൽ പൗരരുടെ മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ വിദ്വേഷപരമായ പരാമർശങ്ങൾ അഥവാ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്താൻ വേണ്ടി ഇന്ത്യക്കകത്തെ ഒരു മതപണ്ഡിതനും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നാസർ ഫൈസി കൂടത്തായി തൻ്റെ മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശമല്ല ഉപയോഗിച്ചത്, മറിച്ച് അദ്ദേഹം മറ്റ് മനുഷ്യരുടെ മൗലിക അവകാശത്തെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിനാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ഹെയ്റ്റ് സ്പീച്ച് ആണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഹാദിയയുടെ കേസിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 21 19(1) പ്രകാരവും ഇന്ത്യയിലെ ഓരോ പൗരർക്കും തങ്ങളുടെ പങ്കാളിയെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. എപ്രകാരമാണോ സ്വസമുദായ വിവാഹം കഴിക്കാമെന്ന് ഒരു മനുഷ്യന് തീരുമാനിക്കാൻ പറ്റുന്നത്, സമാനമായ അധികാരം ഒരു മനുഷ്യന് മിശ്ര വിവാഹം കഴിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറയുക ഇതൊരു പ്രൊപ്പഗാൻഡയാണെങ്കിൽ ഈ പ്രൊപ്പഗാൻഡ ഏറ്റവും അധികം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ദ റിയൽ റെമഡി ഈസ് ഇന്റർ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് മാരേജ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് ബ്ലഡ്, രക്തത്തിൻ്റെ ഫ്യൂഷൻ കാരണം മാത്രമാണ് ഇവിടെയുള്ള ഈ അടഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് മറികടക്കാനാവുക എന്ന് ഡോക്ടർ BR അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്താണ് ജസ്റ്റിസ് സഞ്ജയ് കുശാൽ കൗളും സമാനമായിട്ട് ഈ വ്യക്തികളുടെ മിശ്രവിവാഹത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടും പൗരബോധമുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ട്, ഈ മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകളൊക്കെ അന്യമത പുരുഷന്മാരെ DYFI ഉപയോഗിച്ച് വശീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ഇത്ര ബോധമില്ലാത്ത മനുഷ്യരാണെന്നാണോ നാസർ ഫൈസി കൂടത്തായിനെ പോലുള്ള ആളുകൾ കരുതുന്നത്? ഇവർക്ക് കർത്തൃത്വമില്ല എന്നാണോ കരുതുന്നത്? ഇന്ത്യക്കകത്തെ ഉന്നത സർവകലാശാലകളിൽ മികച്ച രീതിയിൽ എൻട്രൻസിലൂടെ കയറിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ കർത്തൃത്വം ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവരങ്ങനെ വശീകരിച്ചാൽ ആ വഴി അങ്ങ് പോകുമെന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണെന്നേ പറയാറുള്ളൂ. ഒരുപക്ഷെ ലവ് ജിഹാദിനെതിരെ നമ്മൾ ജിഗ്നേഷ് മേവാനി അടക്കമുള്ള ആളുകൾ ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പ്യാർ ഇഷ്ക് മൊഹബത്ത് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇവിടെ ഉപജാതിക്കകത്ത് കല്യാണം കഴിക്കുമ്പോൾ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കലുഷിതമായിട്ടുള്ള ഹിന്ദുത്വ ഫാസിസം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ നിങ്ങൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക ക്രൈസ്തവ സമൂഹത്തിനകത്തുള്ള ക്രിസംഖികൾക്കും അതുപോലെ തന്നെ സംഘികളായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ബ്രദർഹുഡിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി.